നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL കഴിഞ്ഞാൽ പിന്നെ ഒരു പിടി ഇൻ്റർനാഷണൽ മത്സരങ്ങളിലേക്കാണ് ഇന്ത്യൻ ടീം കടക്കുന്നത്. IPLന് തൊട്ടു പിന്നാലെ അഫ്ഗാനിസ്ഥാനുമായിട്ട് ഒരു ടെസ്റ്റ് കളിക്കുന്നുണ്ട്. വൺ ഓഫ് ടെസ്റ്റ് അഗെയിൻസ്റ്റ് അഫ്ഗാനിസ്ഥാൻ. ജൂൺ 6 മുതൽ ജൂൺ 10 വരെയാണ് ആ കളി. ജൂൺ 6 മുതൽ ജൂൺ 10 വരെ. അപ്പോൾ IPL കഴിഞ്ഞ തൊട്ടുടനെ ആയതുകൊണ്ട് തന്നെ പല പ്രമുഖ താരങ്ങളെയും പുറത്തിരുത്തിയേക്കും, വിശ്രമം കൊടുത്തേക്കും എന്ന് റിപ്പോർട്ട് വരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന ODI സീരീസിൽ T20 ഒക്കെ കളിക്കുന്ന താരങ്ങളുണ്ട്. കൂടാതെ നമുക്ക് ടെസ്റ്റിലും ഏകദിനത്തിലും റെഗുലറായിട്ട് കളിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടെസ്റ്റിലും ഏകദിനത്തിലും റെഗുലറായിട്ട് കളിക്കുന്ന പല താരങ്ങൾക്കും വർക്ക് ലോഡ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കളിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തി മറ്റു പലർക്കും അവസരം കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട്. വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം WTC പോയിൻ്റ് ഈ ഒരു ടെസ്റ്റിനില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ അതൊക്കെ പരിഗണിക്കുന്നു. പ്ലസ് IPLൽ ഈ പ്ലെയേഴ്സിന് നമ്മൾ നേരത്തെ പറഞ്ഞ ടെസ്റ്റിലും ODIയിലും റെഗുലറായിട്ട് കളിക്കുന്ന താരങ്ങളുണ്ടല്ലോ, അവരുടെ ടീമുകൾ എത്ര ദൂരം മുന്നോട്ട് പോകും അതുകൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഈ ടീം പ്രഖ്യാപിക്കുക. ശുഭൻ ഗില്ല്, ജസ്പ്രീത് ബുംറ ഇങ്ങനെയുള്ള താരങ്ങൾ ടെസ്റ്റിലും ഏകദിനത്തിലുമൊക്കെ റെഗുലറായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. അപ്പം ഗുജറാത്ത് ടൈറ്റൻസ്, മുംബൈ ഇന്ത്യൻസ് ഒക്കെ എത്ര ദൂരം മുന്നോട്ട് പോകും IPLൽ എന്നതിനനുസരിച്ചായിരിക്കും ഈ തീരുമാനം വരിക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഒരു സോഴ്സിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. IPL ഫൈനലും അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റുമായിട്ട് വലിയ ഗ്യാപ്പില്ല. സോ സെലക്ടേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റ് വിൽ ബി വേറി ഓഫ് നോട്ട് ബേണിംഗ് ഔട്ട് ദി പ്ലെയേഴ്സ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 3 ഏകദിന മത്സരങ്ങൾ കളിക്കാനുണ്ട്. ദെൻ 2 വൈറ്റ് ബോൾ സീരീസുകൾ ഇംഗ്ലണ്ടിലൊക്കെ ആയിട്ട് കളിക്കാനുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ച് താരങ്ങൾ മാനേജ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ WTC പോയിൻ്റ് അഫ്ഗാനിസ്ഥാൻ ടെസ്റ്റിനില്ല. ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ് ടു കെയർഫുള്ളി മാനേജ് ദി വർക്ക് ലോഡ് ബിക്കോസ് സം ഓഫ് ദി പ്ലെയേഴ്സ് വുഡ് ബി ഓൺ ദി റോഡ് ഫോർ ക്ലോസ് ടു 2 months ആൻഡ് ഹാവ് എ ലോട്ട് ഓഫ് ക്രിക്കറ്റ് ഇൻ ദി റിമൈൻഡർ ഓഫ് ദി ഇയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കളികൾ നിരന്തരം കളിക്കേണ്ടി വരുന്നത് താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ODIയും WTCയുമാണ് ഇപ്പോൾ നമ്മൾ വലിയ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പോൾ ബെസ്റ്റ് പ്ലേയേഴ്സിനെ ഫിറ്റായിട്ട് തന്നെ ഈ മത്സരങ്ങൾക്ക് ലഭിക്കുകയും വേണം. ഫിറ്റ്, ഫ്രഷ് ആൻഡ് അവൈലബിൾ ഫോർ ദി 4 ടെസ്റ്റ്. അത് 2 ശ്രീലങ്കയ്ക്കെതിരെയുണ്ട്, 2 ന്യൂസിലാൻഡിനെതിരെ കളിക്കാനുണ്ട്, പിന്നെ ഒരുപാട് ഏകദിന മത്സരങ്ങളും കളിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുംറയുടെ കാര്യത്തിൽ ഒന്നും റിസ്ക് എടുക്കാനാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിക്കാൻ പോകുന്നത് എന്നുകൂടി ഈ റിപ്പോർട്ട് പറയുന്നു. പിന്നെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ നന്നായിട്ട് കളിക്കുന്ന ചില താരങ്ങൾ, അവരെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുന്നുണ്ട് BCCI. അവരൊരു പക്ഷേ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. മനോജ് സുതാർ, അതുപോലെ തന്നെ ഗുർനൂർ ബ്രാർ തുടങ്ങിയവരൊക്കെ വളരെ ഇമ്പ്രസീവായിട്ടുള്ള പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 2 പേരും ഇന്ത്യ A സെറ്റപ്പിൽ ഓൾറെഡി ഉള്ളവരാണ്. അതോടൊപ്പം തന്നെ ഹർഷ് ദ്യൂബെ, ആക്കിബ് നബി, ദേവദത്ത് പടിക്കൽ ഇങ്ങനെയുള്ളവരൊക്കെ വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ടെസ്റ്റ് കളിക്കാൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നുകൂടിയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ, ഇന്ത്യ ടോപ്പ് സ്റ്റാർസിനെ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റിന് വർക്ക് ലോഡ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പുറത്തിരുത്താൻ സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ മാനേജ്മെൻറ്റ് പക്ഷേ ഈ കാര്യത്തിൽ ഫൈനൽ തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം IPL ടീമുകൾ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നതനുസരിച്ചായിരിക്കും. അപ്പോൾ ബുംറ, ശുഭൻ ഗില്ല് ഇങ്ങനെയുള്ളവർ ഈ ടെസ്റ്റ് മത്സരത്തിൽ നിന്ന്, ഈ അഫ്ഗാനെതിരെയുള്ള ടെസ്റ്റ് മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ ഗംഭീറും ഗില്ലും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷെഡ്യൂൾ ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള സെനാരിയോസ് ഒരു ബുദ്ധിമുട്ടാണ്, അത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. ഗുർനൂർ ബ്രാർ, സുതാർ, ദ്യൂബെ, പടിക്കൽ, ഓക്കിബ് ഈ താരങ്ങൾ റഡാറിലുണ്ട്. അവർ സ്ക്വാഡിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എക്സ്പെക്ട് സം ഡൗട്ട്സ് ഇഫ് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് കിക്സ് ഇൻ എന്ന് പറഞ്ഞുകൊണ്ടുകൂടി അവർ ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ കാര്യം വളരെ കൃത്യമാണ്.
ചില പ്രധാനപ്പെട്ട താരങ്ങളെ പുറത്തിരുത്തി അതിന് പകരം ചില പുതിയ താരങ്ങൾക്ക് അവസരം കൊടുത്തേക്കും. പ്രത്യേകിച്ച് വർക്ക് ലോഡ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയധികം കളികൾ നമുക്ക് ഈ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ കളിക്കാനുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.